പൂവൊരുത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി നീ തോറ്റടിഞ്ഞ ജാൻസി റാണി പാട്ടൊഴിഞ്ഞ ഗാശവാണി തോട്ടുവക്കത്താടി നിക്കണ കാറ്റാടി മടിനി അടിമുട്ടിയ ഇട്ടിഞ്ഞ കൊട്ടുമുട്ടിയ പൊട്ടിഞ്ഞ മെത്തികട്ടിയ നനഞ്ഞ കതിന നീയ ഉഴഞ്ഞ കുതിര നീയ പൊളിഞ്ഞൊരതിര നീയ അശുഭ മംഗളകാരി അശുഭ മംഗളകാരി Listen, hold, take it, have a listen. You learn it wrong, now let me give another listen. Shadow in the kind of girl you be missing, cause I'm the glass of wine you let it be missing. Wait for my party and put it on my Jimmy. Watch me in the wobble and the side of the kalaki. All the awesome me they say I'm a miracle, I'm gonna make you say they shadow on the kalaki. I wipe to the thalamela she tired. Get crazy to the bit of punchari. Gotta be called the queen, but they call me Ashubha Mangalakari. പൊള്ളി പറയണു ഫയർ ഇത് പുകയിത് കലപ്പില്ല തല പൊള്ളിയണ കളവിത് ചിരി കളയണ നുണകിത് പഴുകിത് പഴുകിത് പാടിത് പല പുളുവിത് പണമൊഴിയണ കിഴികിത് പഴകിത് തൊലിയുറിയണ കൊട്ടു തല വരകിത് ഒത്തിലേ ചെറുതത്ത പോലെ കൊച്ചിലേ നീ ചത്ത പോലെ നീ കാട്ടുവാനമ്പാടി നീ തോറ്റു തുന്നമ്പാടി നീ ആട്ടുകല്ലിൽ ചോട്ടിലൊട്ടണ പൂച്ചാടി നീ കാലാവധി കഴിഞ്ഞുറങ്ങിരിക്കണ വേദന സംഹാരി അശുഭ മംഗളകാരി ഒരു വണ്ട് തിന്ന പൂവൊരുത്തി തണ്ടൊടിഞ്ഞ ചെമ്പരത്തി മണ്ടരിക്ക് മണ്ട പോയ തെങ്ങൊരുത്തി നീ തോറ്റടിഞ്ഞ ജാൻസി റാണി പാട്ടൊഴിഞ്ഞ ഗാശവാണി തോട്ടുവക്കത്താടി നിക്കണ കാറ്റാടി മടിനി അടിമുട്ടി ഇടിഞ്ഞ കൊട്ടുമുട്ടി പൊട്ടിഞ്ഞ മെത്തികട്ടി നനഞ്ഞ കതിന നീ ഉഴഞ്ഞ കുതിര നീ പൊളിഞ്ഞൊരതിര നീയ അശുഭ മംഗളകാരി പാർവണ തകർത്തു, അടിപൊളിയായിരുന്നു. എന്താ ആറ്റിറ്റ്യൂഡ്, പല 3 ശബ്ദത്തിലൊക്കെ പല വേർഷനിലൊക്കെ പാടി. ഇതാണ് വേഴ്സറ്റൈൽ സിംഗർ എന്ന് ഷാനിക്ക പറഞ്ഞ നമ്മുടെ പാർവണ അല്ലേ? അതെ അതെ. ഓക്കെ, എന്താ ഈ സോങ് ചൂസ് ചെയ്യാൻ കാരണം? ഇത് എനിക്ക് അവസാനം കിട്ടിയ പാട്ട്. നീ കൊറേ കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും അല്ലേ? എനിക്ക് ഫസ്റ്റ് കിട്ടിയ റക്കാന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ട്. പക്ഷെ ഇത് കൊള്ളാം. ഓക്കെ, ചോദിക്കാം ഹരിച്ചേട്ടാ. യോ പൊളിച്ച്. താങ്ക് യു സർ. സൂപ്പർ സോങ്. ജസ്റ്റിൻ ചേട്ടൻ്റെ ഒരു കിടുക്കാച്ചി പാട്ടാണിത്. പുള്ളിയുടെ എനിക്ക് എല്ലാ ആൽബംസും ഇഷ്ടമായി. ഇപ്പൊ റീസെന്റ് പൈങ്കിളി, തെറ്റി തെറ്റി അതൊക്കെ ഭയങ്കര എല്ലാം പുള്ളിയുടെ അതില് ഹാർട്ട് അറ്റാക്ക് എല്ലാം ഇഷ്ടം എനിക്ക്. ഈ ട്രാക്കും അതെ ഭയങ്കര രസമുള്ള ട്രാക്ക് ആയിരുന്നു. ജസ്റ്റിൻ ചേട്ടൻ ചെയ്ത പോലെ തന്നെ അതിന്റെ ലിറിസിസ്റ്റ് സുഹേൽ കോയ പുള്ളിക്കാരൻ ഇതിൽ പൊളിച്ചടുക്കി എഴുതി വെച്ചിരിക്കുകയാണ്. എന്ത് രസമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ
ഒന്ന് മോള് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു, നല്ല രസമായിട്ട് പാടി. അതിന് വേണ്ട ഒരു സ്റ്റൈൽ ഓഫ് സിംഗിങ്ങിൽ തന്നെ പാടി. അതിൽ നിന്ന് മാറാതെ ഒട്ടും കോൺഷ്യസ് ആവാതെ അതെങ്ങനെയാണോ പാടേണ്ട ആ ഒരു സ്വാഗിൽ അങ്ങ് അടിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇതിൽ ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട്, ടോൺ ഭയങ്കര എനിക്ക് വർക്കായി. ഒന്നും പറഞ്ഞ മനസ്സിലായില്ല, എന്നാലും എനിക്ക് മോളുടെ ആ ടോൺ മോള് സ്വിച്ച് ചെയ്ത് ഭയങ്കര രസമായിട്ടായിരുന്നു. ഒട്ടും ഇങ്ങനെ അടിച്ചില്ല, ഒരു മലയാളി പാടുന്ന പോലെ ഒന്നും ഫീൽ ചെയ്തില്ല. ഞാൻ രസമായിട്ട് ആ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത്. എനിക്ക് ആകെ തോന്നിയതിൽ ചില സ്ഥലത്ത് വേർഡ്സ് ക്ലാരിറ്റി, എന്താ പാടുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. ട്യൂണല്ല, ലിറിക്സ്. ചില സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. ചില സ്ഥലത്ത് ശരത്തേട്ടൻ തന്നെ പറഞ്ഞു ഭയങ്കര ക്ലാരിറ്റി ആയിരുന്നു, ഓവർ ക്ലാരിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സംഭവം മാത്രം തോന്നി. പിന്നെ കോറസ് എല്ലാവരും പൊളിച്ചു കേട്ടോ, അടിപൊളി. ഒരു നല്ലൊരു ആക്ടായിരുന്നു ഇവരുടെ കോറസും മോളുടെ പാട്ടും. മൊത്തത്തിൽ നമ്മൾ ആ സോങ് കേൾക്കുന്ന പോലെ തന്നെ തോന്നി ഹെഡ്ഫോണൊക്കെ വെച്ച്. ഇവരും അവർക്കും കൈയടിക്കും. നല്ല ചോയ്സ് മോളെ, എന്തായാലും നല്ല സോങ് കിട്ടി ഭാഗ്യത്തിന്. അവസാനമാണെങ്കിലും നമ്മുടെ വേഴ്സ്റ്റാലിറ്റി കാണിക്കുന്ന, അതുപോലെ നമുക്കിങ്ങനെ ട്രൈ ചെയ്യാൻ പറ്റുന്നൊക്കെ പാട്ടിൽ ചെയ്യാം. ഇതിലൊക്കെയാണ് നമ്മുടെ ഇപ്പോൾ പാർവണയുടെ ഒരു ആസ് എ സിംഗർ എന്തൊക്കെ പാർവണയ്ക്ക് ചെയ്യാൻ പറ്റുന്നുള്ള. ഇംഗ്ലീഷ് ഇതിൽ വന്നു, ഇങ്ങനത്തെ ഒരു ടോണിൽ സ്വിച്ച് ചെയ്ത് പാടാൻ പറ്റുന്നൊക്കെയുള്ള എല്ലാവർക്കും കണ്ടോണ്ടിരിക്കുന്നതൊക്കെ മനസ്സിലായി. എനിവേ നൈസ് സിംഗിങ്. ഞാൻ വേറൊന്നും എഴുതിയിട്ടില്ല, ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തു. താങ്ക് യു സാർ. പാർവണ അടിപൊളിയായിരുന്നു മോളെ. ഈ പറഞ്ഞ പോലെ ജസ്റ്റിന്റെ ഒരു ഉഗ്രം പാട്ട്, സുഹേൽ ഒരു ഉഗ്രൻ എഴുത്ത്, എന്തൊക്കെയാ എഴുതി വെച്ചിട്ട്. നീ കാലാവധി കഴിഞ്ഞ് ഉറങ്ങിക്കിടക്കണ വേദന സംഹാരി, എന്ത് റൈറ്റിംഗ് ആണത്? എന്താണ് അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് ഡോളോ, അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ഭയങ്കര ഇതുപോലെ വാക്കി ആയിട്ടുള്ള സംഭവങ്ങൾ പുള്ളി എഴുതി കളയും. പിന്നെ ആസ് യൂഷ്വൽ ജസ്റ്റിന്റെ ഒരു ഉഗ്രം പാട്ട്, സൂപ്പർ ഹിറ്റ് സോങ്, വേറെ ഒന്നും പറയാനില്ല ഈ പാട്ടിനെ പറ്റിയിട്ട്. അത് പാർവണ അടിപൊളിയായിട്ട് പാടിയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ കോറസ് മൈൻഡ് ബ്ലോ, എല്ലാവരും അടിപൊളിയായിരുന്നു. ഭയങ്കര സിങ്കായിരുന്നു നിങ്ങൾ തമ്മിൽ ഭയങ്കര സിങ്കായിരുന്നു. പിന്നെ ഇപ്പം ഹരി പറഞ്ഞ പോലെ ഇത് മീര ജോണിയും പിന്നെ കോറസിലല്ലേ മറ്റേ മെയിൽ വോയിസ് വരുന്നത് അല്ലേ. പിന്നെ ജമൈമയുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഉഗ്രൻ, അത് വേറൊരു ഉഗ്രൻ ക്യാരക്ടറാണ്. അപ്പം ജമൈമയുടെ ആണ് റാപ്പ് ലിസൺ എന്ന് പറഞ്ഞിട്ട്, അത് ജമൈമ തന്നെയാണ് എഴുതിയത് ഐ തിങ്ക്. സാറിന് ജമൈമയുടെ എഴുത്തൊക്കെ ജമൈമ തന്നെയാണ് ചെയ്യുക. ആ ടോൺ സ്വിച്ച് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി ഒരു 3-4 പാട്ടുണ്ടെങ്കിൽ 3-4 ഡിഫറെന്റ് സോങ്സ് ആണ്. ആ 4 പാട്ട് ഇവളെ കൊണ്ട് പാടിച്ചിട്ട് നമുക്ക് ഇറങ്ങി വരാം. അതെ. അത് പ്രത്യേകിച്ച് ഇത് ഒരു വണ്ട് നിന്ന് പൂവരുത്തിക്ക് അതൊരു സ്പെഷ്യൽ ടോൺ തന്നെ വേണം. എന്നാല് അത് സാധാരണ പാടുന്ന പോലെ പാടിയാല് അത് വർക്ക് ആവില്ല. എന്നിട്ട് ശരിക്കും ആ ലിസൺ വന്ന സമയത്ത് ഒരു പക്കാ കെ പോപ്പിന്റെ ഒരു റാപ്പറിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു. വേർഡ് ക്വാളിറ്റി കുറച്ചുകൂടെ വേണം, പക്ഷെ അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ട് വളരെ നന്നായിരുന്നു. എല്ലാം മനസ്സിലായി. ഞാനിങ്ങനെ നോക്ക, എന്തുവാ അവള് പാടുന്നേ. ഞാൻ പേപ്പറൊന്നും മറക്കാൻ പോയില്ലേ, എന്തിന്. അപ്പൊ ആ സ്വിച്ച് ഒക്കെ അൾട്രാ പ്രൊഫഷണൽ ആയിട്ടാണ് മോള് ഡീൽ ചെയ്തത് കേട്ടോ. ഹാറ്റ്സ് ഓഫ്. അടിപൊളിയായിട്ട് പാടി, വേറെ അങ്ങനെ കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അടിപൊളിയായിട്ട് പാടി. നല്ല ആറ്റിറ്റ്യൂഡ് ആയിരുന്നു. അതെ, ആറ്റിറ്റ്യൂഡ് നല്ല സ്റ്റേജ്, നല്ല കോൺഫിഡന്റ് ആയിരുന്നു. നല്ല കോൺഫിഡൻസ് ഇങ്ങനെ കാണാം നമുക്ക്. അടിപൊളിയായി. ഷെഡ്യൂളിലൊക്കെ കുറവായിരുന്നു. ഡേഞ്ചർ സോണിലൊക്കെ വന്നു. വേണ്ട ഇനി വരരുത്, അത് ഞാൻ ഇല്ലാത്തോണ്ടാ. റിയലി പാർവണ ഷാനിക്ക് ഇവിടെ ഇല്ലായിരുന്നു. അതാ ഞങ്ങൾ രണ്ടുപേരും ഇല്ലാത്തപ്പോഴേക്കും നീ ഡേഞ്ചർ സോണിൽ വന്നോ? വേറൊരാളും വന്നു. ആര്? ഓ മൈ ഗോഡ്, ഐ കാന്റ് ബിലീവ് ഇറ്റ്. എന്തൊക്കെയാണ് മനുഷ്യ, ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് പോയപ്പോഴേക്കും നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത്? ഷോ നന്നായിരുന്നു. നിങ്ങൾ ഔട്ട് ആവാത്ത ഭാഗ്യം. ത്രികോണം ഓക്കെ, താങ്ക് യു ഷാനിക്ക. ശരത് സർ. മക്കളെ ബ്യൂട്ടിഫുൾ, സൂപ്പർ. ആ പാട്ട് തരേണ്ട ഒരു വികാരം കിട്ടിയിട്ടുണ്ട്, അതാ വേണ്ടത്. അതിപ്പം എന്താ പറയണ്ട, ക്ലാരിറ്റി. ചില വാക്കുകൾക്ക് മറ്റത് കട്ടുകട്ടിയായിട്ട് ചിലതൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എല്ലാം നല്ലതായി. ഒരു മൊത്തത്തിലൊരു സുഖം. പിന്നെ ഒരു ഉഗ്ര കോമ്പസിഷൻ കേട്ടോ. അതൊരു
ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, എന്നാൽ ആ സിംപ്ലിസിറ്റിയിൽ ഒരു ബ്യൂട്ടി ഉണ്ട് ഇതിന്. അല്ല ചുമ്മാ ഒരു ഇങ്ങനെ ഈ ജോണറിലുള്ള ഒരു പാട്ടല്ല, ഒരു ഗുമ്മുണ്ട്. അതുകൊണ്ടല്ലേ ഇത്രയും ഹിറ്റായത് അല്ലേ മോളെ? നീ റെസ്പോണ്ട് ചെയ്യും. നീ ഇങ്ങനെ വടി പിഴുങ്ങിയ പോലെ നിന്നാൽ എന്തെങ്കിലും ഉത്തരം പറയും. ഞാൻ തലയാട്ടുന്നില്ല. തലയാട്ടുന്നത് ഞാൻ കണ്ണടച്ചായിരുന്നു ചോദിക്കുന്നത്. നീ തലയാട്ടിക്കൊണ്ടിരുന്നാല് വാ തുറന്ന് പറ കൊച്ചേ. മക്കളെ, അപ്പൊ എനിക്ക് മനസ്സിലാവാത്തത് നമ്മുടെ ആര് പറഞ്ഞു മീര ജോണി ശരച്ചേട്ടൻ പാടിയെന്ന്. അതേരാ? ചേട്ടൻ ഞാനത് എനിക്ക് എഴുതി വെച്ചത് ശരച്ചേട്ടൻ പാടിയെന്ന്. ഞാൻ പാടിയിട്ടേ ഇല്ല. ഞാൻ ആലോചിക്കുന്നത് അതായത് മീര ജോണി ശരത്തേട്ടൻ പാടി അതിലൊരു ജമൈമയുണ്ട്. അപ്പൊ ജസ്റ്റിന്റെ നല്ലൊരു പാട്ട്. അപ്പൊ ജസ്റ്റിന് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കമ്പോസറാണ്. അതിപ്പോ അതിൽ കുറെ സന്തോഷം ഈ ഒരു പാട്ട് എടുത്തോണ്ട്. ഇതിപ്പോ പടവും സൂപ്പർ ഹിറ്റ് ആയിരുന്നല്ലോ. അതെ മക്കളെ, എനിക്ക് നീ തോറ്റൊഴിഞ്ഞ അതൊന്ന് പാടാമോ? നീ തോറ്റടിഞ്ഞ ഝാൻസി റാണി പാട്ടൊഴിഞ്ഞ ആകാശവാണി മോളെ അത് മനസ്സിലാവുന്നുണ്ടോ എന്താണെന്ന്? എന്താണ് നീ തോറ്റടിഞ്ഞ ഝാൻസി റാണി? തോറ്റടിഞ്ഞ ഝാൻസി റാണി പാട്ടൊഴിഞ്ഞ ആകാശവാണി. ആകാശവാണി എന്താണ്? ആകാശവാണി റേഡിയോ. അറിയാമല്ലോ. അത് എനിക്ക് അത് മാത്രമേ ഒരു ഡൗട്ട് തോന്നിയുള്ളൂ. മോളെ അറിയാൻ വയ്യാതെ വെച്ച് കാറ്റ് അതുപോലെ ഈ കാറ്റാടി അവിടെയും പോയി മറ്റേ സ്ഥലത്തും പോയി. നമുക്കതൊന്ന് കൃത്യമായിട്ട് പാടാമോ സ്ലിപ്പില്ലാണ്ട്? നീ തോട്ടുവക്കത്താടി നിക്കണ കാറ്റാടി. ഇപ്പോഴും അതൊരു കഷ്ടപ്പാടും ദുരിതത്തിലും ആ കാറ്റാടി ഉള്ളത്. അത് ശരിയായിക്കോളാം മോളെ. മറ്റേ എല്ലാം നല്ലതായിരുന്നു. ഞാൻ ടോൺ ഈ ഇതില്ലേ പൊത്തില്ലേ അവിടെ ഒരു ടോൺ ചേഞ്ച് ഉണ്ട് മോട് പാടുന്നത്. അത് കുറച്ചും കൂടെ കൺട്രോളൊക്കെ ആകാമായിരുന്നു. അതിനെ ഒരു ആട്ടം ഫീൽ ചെയ്തത്. അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയിരുന്നെങ്കിൽ ആയനെ. ഇപ്പോഴും എമ്മയാണ് മോളെ. എന്താണ് അത് സൂപ്പർമാൻ തോന്നടേ. ചെറുതായിട്ടൊന്ന് ഉറക്കം അടിച്ചാൽ പോയി. അതേ ഉള്ളൂ. ഈ രണ്ട് കാറ്റാടി രണ്ടും പെശകായിരുന്നു. പിന്നെ ടോണിൽ ചേഞ്ച് ഇടയിൽ വന്ന് കുറച്ച് കൺട്രോൾഡ് ആകാം. മറ്റെല്ലാം കിട്ടുക്കാച്ച് മതി. തകർത്തു മുത്തേ. ഓക്കെ, താങ്ക് യു ശരത് സർ. ഇറ്റ്സ് ഓക്കെ. അപ്പോ അടിപൊളി കമന്റ്സ്. ഇനി അടിപൊളി മാർക്കാണോ എന്ന് നോക്കാം. ഓക്കെ ഷാനിക. പാർവണ, ഐ ആം ഗിവിംഗ് യു 9. താങ്ക് യു സർ. വെരി ബാഡ്. താങ്ക് യു ഷാനിക. ശരത് സർ മക്കളെ 8.9. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരി ചേട്ടാ നല്ല മാർക്കാ. താങ്ക് യു സർ. ഓക്കെ, സോ ടോട്ടൽ 17.9. അടിപൊളി.